ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. ദച്ചു, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ദേ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുക. എനിക്ക് വരാൻ പറ്റില്ല ഗോപികെ. എന്താടാ, പീരിയഡ്സ് ആണോ? ഗോപിക അലിവോടെ ദയയുടെ കവിളിൽ കൈ ചേർത്ത് ചോദിച്ചപ്പോൾ മറുപടിയായി അവൾ ദൈന്യതയോടെ അല്ലെന്ന് തലയനക്കി. ആ കണ്ണുകളിൽ നനവൂറിയിരുന്നു. അത് കണ്ട് ഗോപിക ഒന്നുകൂടെ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. എന്നെ അങ്ങോട്ട് കയറ്റില്ല ഗോപിക. കയറ്റില്ലെന്നോ? അതെന്താ? എൻ്റെ അച്ഛൻ ഇവിടുത്തെ ജാതിയല്ലല്ലോ. പറയുമ്പോൾ ദയ വിതുമ്പിപ്പോയിരുന്നു. ഒരു കുടുംബം മുഴുവനും ഒറ്റപ്പെടുത്തിയ ഒരു മനുഷ്യജീവിയുടെ നിസ്സഹായയായ പെണ്ണിൻ്റെ മനോവേദന. അതിനെന്താ എൻ്റെ ദച്ചു, ഈ ജാതി വിവേചനമൊക്കെ എടുത്തു കളഞ്ഞിട്ട് നൂറ്റാണ്ടുകളായി. അല്ലെങ്കിലും ഈശ്വരന് മുന്നിൽ എന്ത് ജാതി എന്ത് മതം? നീ പോയി മാറ്റി വന്നേ പെണ്ണെ. അവിടെ ഇതിനു മാത്രം വലിയ തമ്പുരാക്കന്മാരാരാ ഉള്ളതെന്ന് എനിക്കൊന്ന് കാണണം. ഞാനില്ല ഗോപിക. അവിടെ വന്ന് ആർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവരും എന്നെ തുറച്ചു നോക്കും, മുറുമുറുക്കും, കളിയാക്കും. എനിക്ക് വയ്യ. വെറുതെ എൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട. നീ വരുന്നില്ലേ? കരുത്തോടെ ഉയർന്ന സിദ്ധാർത്ഥിൻ്റെ ശബ്ദം കേട്ട് ദയ ഞെട്ടി. അവനെ ഒന്ന് നോക്കിയപ്പോൾ ഭീതിയോടെ തൻ്റെ മുറിയുടെ വാതിലിന് മറവിലേക്ക് പതുങ്ങി. ഞാൻ ദച്ചുവിനെ. അവൾക്ക് കാവിലേക്ക് പ്രവേശനമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? സിദ്ധാർത്ഥ ശൗര്യത്തോടെ ചോദിച്ചു. എന്താ, അവൾ കയറിയാൽ നാളെ സൂര്യൻ ഉദിക്കില്ലേ, അതോ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഗോപിക സിദ്ധാർത്ഥുമായി കയർത്തു. തിരികെ പറയാൻ അയാളുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, ഇങ്ങോട്ട് വരാൻ നോക്ക്. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം വീണ്ടും രൂക്ഷമായി. അവൻ്റെ ആജ്ഞ ഗോപികയ്ക്കൊട്ടും ദഹിച്ചില്ല. അവൾ അവനെ തുറച്ചു നോക്കി. നിങ്ങളുടെ കൽപ്പനയോ ശൗര്യമോ ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. സ്വന്തമായൊരു പെങ്ങളില്ലേ, അവളോട് മതി, മനസ്സിലായോ? സിദ്ധാർത്ഥ് ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി ഗോപികയെ നോക്കി പല്ല് ഞെരിച്ചു. എന്താ ഇവിടെ ബഹളം? നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ കുട്ടികളെ? മുറിയിൽ നിന്നും ഒരുങ്ങിയിറങ്ങിയ പ്രഭാകരവർമ്മ ഇരുവരെയും നോക്കി ചോദിച്ചു. ഞാൻ ദച്ചുവിനെ കൂടെ കൂട്ടാൻ വന്നതാ മുത്തശ്ശ. ആ നേരം വരെ പ്രസന്നമായിരുന്ന പ്രഭാകരവർമ്മയുടെ മുഖം പൊടുന്നനെ മങ്ങി. ഗോപിക അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അത് വേണ്ട കുട്ടിയെ, അവൾ ഇവിടെ നിന്നോട്ടെ. പതർച്ചയോടെ പറഞ്ഞ അദ്ദേഹത്തെ ഗോപിക തറപ്പിച്ചൊന്ന് നോക്കി. മറുപടിയായി എന്തോ പറയും മുന്നേ ദയ അവളെ തടഞ്ഞിരുന്നു. അരുതെന്ന് നിറ കണ്ണുകളോടെ തലയാട്ടുന്നവളെ നോക്കി ഗോപിക തൻ്റെ പ്രതിഷേധം കൈമുഷ്ടികൾ ഞെരിച്ചു തീർത്തു. ഇടനാഴിയിൽ നിന്നും ഉമ്മറത്തേക്കിറങ്ങിയ പ്രഭാകരവർമ്മയ്ക്ക് പിന്നാലെ വിജയചിരിയോടെ സിദ്ധാർത്ഥും നടന്നകന്നു. നീ പൊയ്ക്കോ ഗോപികെ, എന്നെ കാക്കണ്ട. ഇനിയും വൈകിയ ദീപാരാധന തൊഴാൻ പറ്റില്ല. നീ ഇവിടെ ഒറ്റയ്ക്ക്, അതും ഒരു രാത്രി മുഴുവൻ? ഞാൻ സമ്മതിക്കില്ല ദച്ചു. ഇതെല്ലാ കൊല്ലവും പതിവുള്ളതാ ഗോപിക. വല്യമ്മയെ പേടിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. ഈ ദിവസം അയാളെന്നെ ഒന്നും ചെയ്യില്ല, വ്രതമുണ്ടാവും. കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തറവാട്ടിലെ അംഗങ്ങളെല്ലാം വ്രതം അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമാണ്. എന്നിട്ട് ഞാനും അച്ഛനും ഏട്ടനും ഇതൊന്നും എടുത്തിട്ടില്ലല്ലോ. അതിന് നിങ്ങളിവിടെ സ്ഥിരമായി താമസിക്കുന്നവരല്ലല്ലോ. ഗോപികയുടെ ചൊടികൾ പുച്ഛത്തോടെ കൂടി. ഓരോരോ മണ്ടൻ ആചാരങ്ങളും വിശ്വാസവും കൂടെ തുള്ളാൻ ഇവിടെ ഉള്ളവരും. കടുപ്പിച്ച് പറഞ്ഞവൾ ദയയെ ശാസനയോടെ നോക്കി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ചുവടുകൾ നീക്കി. കാവിലെ തിക്കും തിരക്കും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും ചെവിക്കരികിലേക്ക് ചേർത്ത് പിടിച്ച തൻ്റെ സെൽഫോണുമായി സിദ്ധാർത്ഥ് കുറച്ചകലെയായുള്ള പറമ്പിലേക്ക് മാറി നിന്നു. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ തൊട്ടപ്പുറത്തുള്ള മാവിൻ്റെ പിന്നിലേക്ക് ഒളിഞ്ഞു നിന്നവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ച് താൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങൾ കൈമാറി. നിമിഷ നേരത്തിനുള്ളിൽ 2 പേർ അവനെ തേടിയെത്തി. കണ്ടയുടനെ തന്നെ ഇരുവരും സിദ്ധാർത്ഥിനെ നോക്കി പരിചിതമായെന്ന് മന്ദഹസിച്ചു. കാര്യങ്ങളൊന്നും ഇനിയും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇന്ന് പുലരും മുമ്പ് അവളെ നീ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം, ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഒരു രക്ഷയുമില്ലെന്ന് കണ്ട കൊന്നു വല്ല റെയിൽവേ ട്രാക്കിലോ ആറ്റിലോ തള്ളിയേക്ക്. ആരും തിരക്കി വരില്ല. ഇത് നീ ചോദിച്ചതിലും കൂടുതൽ പണമുണ്ട്. സിദ്ധാർത്ഥ് തൻ്റെ അരയിലെ മുണ്ടിനിടയിൽ തിരികെ നോട്ട് കെട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ആ തടിച്ചു വീർത്ത കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങി. മുറുക്കാൻ ചവച്ചതിൻ്റെ അവശേഷിപ്പായി കിനിഞ്ഞിറങ്ങുന്ന ചുവപ്പ് കലർന്ന ഉമിനീരിനെ തൻ്റെ കൈവെള്ളയാൽ വടിച്ചെടുത്ത അയാൾ പണം വാങ്ങി തനിക്ക് പിന്നിൽ നിൽക്കുന്ന കൂട്ടാളിക്ക് നേരെ നീട്ടി. ഈ രാജീവൻ ഒരു കാര്യമായിട്ട് ഏറ്റതാണെന്ന് കൊച്ചുകുഞ്ഞിന് അറിയാലോ. അവളെ ഇനി ഞങ്ങൾ കുറച്ച് ആളുകളല്ലാതെ നിങ്ങൾ ആരും കാണില്ല, ആരും. അയാൾ ക്രൂരമായി ചിരിച്ചു. അയാളുടെ കറ പിടിച്ച പല്ലുകൾ കാണി സിദ്ധാർത്ഥിന് അറപ്പ് തോന്നിയെങ്കിലും അവനത് പുറമെ പ്രകടിപ്പിച്ചില്ല.
രാജീവൻ അകന്നതും സിദ്ധാർത്ഥിൻ്റെ നേത്രഗോളങ്ങൾ പരവേശത്തോടെ ചുറ്റിലും അലഞ്ഞു. ആരെങ്കിലും തങ്ങളെ വീക്ഷിക്കുന്നുണ്ടോ എന്ന സംശയം. ആരുമില്ലെന്നുറപ്പായതും അവൻ കണ്ണുകളടച്ച് ദീർഘമായി നിശ്വസിച്ചു. ചെയ്യുന്നത് തെറ്റാണെന്ന് 100,000 ആവർത്തി ഹൃദയം അലമുറയിടുന്നുണ്ടെങ്കിലും സ്വന്തം സഹോദരിയോടുള്ള അളവിൽ കവിഞ്ഞ സ്നേഹം അയാളെ അത്രമേൽ സ്വാർത്ഥനും മൃഗതുല്യനുമാക്കിയിരുന്നു. ഇനി ഒരിക്കലും സ്വാതിയുടെ ജീവിതത്തിൽ ദയ എന്ന പെണ്ണിൻ്റെ നിഴല് പോലും പതിയില്ലെന്ന ഉറപ്പോടെ അയാൾ തിരികെ നടന്നു, അങ്ങേയറ്റം ആത്മസംതൃപ്തിയോടെ. ഉമ്മറവാതിലിൽ തുടരെ തുടരെയുള്ള കൊട്ടുകേട്ടാണ് ദയ ഉറക്കം ഞെട്ടി എഴുന്നേറ്റത്. ഓരോന്നോർത്ത് സങ്കടപ്പെട്ട് എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. കണ്ണുകൾ അമർത്തി തിരുമ്മി അഴിഞ്ഞുലഞ്ഞ മുടി വാരി മുറുക്കെ കെട്ടിയവൾ മുറിയിൽ വെട്ടം തെളിയിച്ച് ഇടനാഴിയിലേക്കിറങ്ങി. സമയം രാത്രി 1 കഴിഞ്ഞിരിക്കുന്നു. ആരാ ഈ നേരത്ത്? ചിലപ്പോൾ കാവിലേക്ക് പോയവരാരെങ്കിലും ആയിരിക്കും. ഉറക്കം വന്നപ്പോൾ തിരികെ പോന്നു കാണും. മിക്കവാറും ഗോപികയായിരിക്കും. ഊഹാപോഹങ്ങളോടെ അവൾ വാതിലിനരികിൽ ചെന്ന് നിന്ന് ഉച്ചത്തിൽ ചോദിച്ചു, ആരാ? നിമിഷനേരം കഴിഞ്ഞിട്ടും ചോദിച്ച ചോദ്യത്തിന് മറുപടി എത്തിയില്ല. അല്പസമയത്തെ നിശബ്ദതയെ ഭേദിച്ച് വാതിലിൽ വീണ്ടും ശക്തമായ കൊട്ട് വീണു. ദയയുടെ കൈകൾ വാതിലിൻ്റെ കുറ്റിയിലേക്ക് നീണ്ടു. പിന്നീട് എന്തോ ഓർത്തെന്ന പോൽ അവൾ ആ കൈ പിൻവലിച്ചു. സിദ്ധേട്ടനോ സ്വാതിയോ മറ്റോ ആയിരിക്കുമോ? സിദ്ധേട്ടൻ എവിടെയെങ്കിലും പോയി നേരം വൈകി വരുമ്പോൾ വാതിൽ തുറന്നു നൽകാറ് താനാണ്. ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകില്ല. ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും. തുറക്കാനെങ്ങാനും അല്പം വൈകിപ്പോയാൽ പിന്നെ വാതിൽ പൊളിഞ്ഞു പോകുന്ന തരത്തിൽ തൊഴിക്കും. ആലോചനയോടെ നിൽക്കുന്നതിനിടയിൽ വാതിലിന് മീതെയുള്ള കൊട്ട് പിന്നെയും മുറുകി. ദയ വലത് കൈവിരലുകളാൽ കൊളുത്തിൽ പിടിമുറുക്കി. ഇനി വല്യമ്മാമ എങ്ങാനും ആയിരിക്കുമോ? ഉള്ളിൽ ഭയം നിറഞ്ഞു. ഒപ്പം വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പവും. ഇതാരാ? ഒന്ന് പറയോ? സിദ്ധേട്ടനാണോ? അപ്പുറത്തു നിന്നും അമർഷം കലർന്നൊരു പതിഞ്ഞ മൂളൽ. അത് സിദ്ധാർത്ഥ് തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിൽ ദയ വാതിലിൻ്റെ കൊളുത്ത് മാറ്റി മലർക്കെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അപരിചിതരായ വ്യക്തികളെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആരാ? എന്തു വേണം? അവർ മറുപടി പറഞ്ഞില്ല. ഇരുവരിൽ ഒരാൾ ദയയെ നോക്കി വഷളമായി ഒന്നിളിച്ചു. ചിരിച്ചപ്പോൾ അയാളുടെ ചുണ്ടിനിടയിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചുവന്ന ദ്രാവകം കണ്ട് ദയയുടെ ചൊടികൾ അവജ്ഞയോടെ ചുളുങ്ങി. ഹൃദയം ഭീതിയാൽ ശരവേഗത്തിൽ മടിച്ചുകൊണ്ടിരുന്നു. മോള് ഞങ്ങളൊപ്പം വാ. തനിക്ക് നേരെ നീണ്ട അയാളുടെ വലത് കൈ അറപ്പോടെ തട്ടിമാറ്റി ദയ ഉടനടി അയാൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായതിനാൽ അയാളൊന്ന് പതറിയെങ്കിലും വാതിൽ മുഴുവനായും അടയും മുമ്പേ ദയയുടെ ആ ഉദ്യമത്തെ അയാൾ തൻ്റെ സർവ്വശക്തിയും എടുത്ത് തടഞ്ഞിരുന്നു. ഒടുക്കം മൂക്കോടെ ദയ തെറിച്ചിടനാഴിയിലേക്ക് വീണതും ഇരുവരും ധൃതിയിൽ അകത്തേക്ക് കയറി വാതിൽ പൊളികൾ അടച്ചു കുറ്റിയിട്ടു. ദയയ്ക്ക് തൻ്റെ ദേഹം തളരും പോലെ തോന്നി. ഒച്ച വയ്ക്കാൻ നാവുയരാതെ അവൾ വിറയലോടെ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട കൊച്ചേ, നടക്കില്ല. എന്തായാലും നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഒച്ചയും ബഹളവും വയ്ക്കാതെ മര്യാദയ്ക്ക് ഞങ്ങൾക്കൊപ്പം വരുന്നതാവും നിനക്ക് നല്ലത്. ഇല്ലാച്ചാ കൊണ്ടുപോകുന്ന രീതി അങ്ങ് മാറും. അയാൾ ചൊടികൾ വീര്യത്തോടെ വളച്ചൊടിച്ച് ദയക്കരികിൽ വലത് കാൽമുട്ടിൽ ഊന്നിയിരുന്നു. എന്നെയൊന്നും ചെയ്യരുത്. ദയ നിസ്സഹായതയോടെ അയാൾക്ക് മുന്നിൽ കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞു. അയാൾ ദയയുടെ കൂപ്പിയ കൈകൾ കൂട്ടിപ്പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ വലത് കവിളിലൊന്ന് തഴുകി. പിന്നീട് ആ കൈയും വിരലുകളും അവളുടെ കഴുത്തിലൂടെ ചുമലിലേക്ക് അരിച്ചിറങ്ങിയതും ദയ അയാളെ ഊക്കോടെ തള്ളി. അയാൾ നിലതെറ്റി തനിക്ക് പിറകിൽ നിൽക്കുന്നവനെയും കൊണ്ട് തറയിലേക്ക് മലർന്നടിച്ചു വീണു.